നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ കയറി ഇറങ്ങി മേയുകയാണ് PV അൻവർ. ഇടത് വലത് കൂട്ടരെ എല്ലാവരെയും ചൂണ്ടുവിരലിൽ ഇടയ്ക്കിടെ കറക്കുന്നുമുണ്ട്. ഇപ്പോൾ VD സതീശന്റെ നെഞ്ചത്ത് പൊട്ടിച്ചിരിക്കുകയാണ് PV അൻവർ. അതായത് ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ച് എന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് നിന്നാൽ വേണമെങ്കിൽ ഞാൻ നിലമ്പൂരിൽ പത്രിക പിൻവലിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെയാണ് അൻവർ വയ്ക്കുന്നത്. അതായത് കോൺഗ്രസിനെയും UDFിൻ്റെയും വായിൽ വിരലിട്ട് കറക്കുന്നുവെന്ന് സാരം. ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും UDFിന് മുന്നിൽ പുതിയ ഉപാധികൾ PV അൻവർ വെച്ചത്. അടുത്ത തവണ UDFിന് ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകണമെന്നും അല്ലെങ്കിൽ VD സതീശനെ UDFിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതിയെന്നുമാണ് PV അൻവർ ഉപാധി വെച്ചത്. ഇത് രണ്ടും അംഗീകരിച്ചാൽ UDFിൻ്റെ മുന്നണി പടയാളിയായി താൻ രംഗത്തുണ്ടാകുമെന്നും അൻവർ പറഞ്ഞത്. VD സതീശനെ മുക്കാൽ പിണറായി എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ PV അൻവർ വിശേഷിപ്പിച്ചത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. VD സതീശനെ UDF നേതൃസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. ഒരു പിണറായിയെ ഇറക്കിയിട്ട് മുക്കാൽ പിണറായിയെ ഭരണത്തിൽ കയറ്റാൻ ഞാനില്ല. 2026 തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തരാൻ തയ്യാറാണെന്ന് രേഖയാക്കി പരസ്യമായി പറയുകയാണെങ്കിൽ 2026 UDFിനെ അധികാരത്തിലെത്തിക്കാനുള്ള മുന്നണി പടയാളിയായി ഞാനുണ്ടാകും. ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിൽ ഒരു മുക്കാൽ പിണറായിയെ കയറ്റിയിരുത്തി മുഖ്യമന്ത്രിയാക്കാനാണല്ലോ നടക്കുന്നത്. അതിന് PV അൻവർ ഇല്ലെന്നാണ് പറയുന്നത്. അതില്ലാത്ത UDFിൽ PV അൻവർ ഉണ്ടാകും, ഒരു തർക്കവുമില്ല എന്നും അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നതാണ് തന്റെയും പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെയും ആവശ്യമെന്നും PV അൻവർ അങ്ങ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് ശേഷവും തൃണമൂൽ ഈ വിഷയം ഉന്നയിച്ച് രംഗത്തുണ്ടാകും. മലയോര ജനതയ്ക്കായി തിരുവമ്പാടി കൂടി ഉൾപ്പെടുത്തി പുതിയ ജില്ല വേണമെന്നാണ് ആവശ്യമെന്നും PV അൻവർ പറഞ്ഞു. ഇതിനിടെ UDF പ്രവേശനത്തിനായുള്ള PV അൻവറിന്റെ പുതിയ ഉപാധികളെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും കൂടി ചോദിക്കാമായിരുന്നു എന്നാണ് അൻവറിനെ പരിഹസിച്ച് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. UDFിന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് PV അൻവർ. PV അൻവർ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും വലതിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഷൗക്കത്തിന്റെ കാര്യത്തിൽ PV അൻവർ പാലം വലിക്കുമോ എന്നുള്ള ഭയം നല്ല രീതിയിൽ UDFിനുണ്ട്. കാരണം ഷൗക്കത്തിനെ കണ്ണിന് കണ്ടുകൂടാ PV അൻവറിന്. ഷൗക്കത്തിനെ വാരി പുറത്തിടണം എന്നുള്ള പക്ഷക്കാരനുമാണ് അൻവർ. അതുകൊണ്ട് തന്നെ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ 18 അടവും അൻവർ പുറത്തെടുക്കും. ഇതെല്ലാം സ്വരാജിന് വളമാകുമോ എന്നുള്ള ഒരു ഭയം കോൺഗ്രസിനും UDFിനും ഉണ്ട്. UDFിന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് VD സതീശനെ ചവിട്ടി പുറത്താക്കണമെന്നൊക്കെ പച്ചയ്ക്ക് അങ്ങ് വിളിച്ചു പറയുകയാണ്. മുക്കാൽ പിണറായി എന്ന് VD സതീശനെ അൻവർ പറയുമ്പോൾ പിണറായി കിട്ടും കൂടിയാണ് ഒന്നാം തരം കൊട്ടുകൊടുക്കുന്നത്. എന്തായാലും VD സതീശനാണ് തന്റെ ശത്രു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അൻവർ. PV അൻവറിന് മുന്നിൽ ഇനി UDF വാതിൽ തുറക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കട്ടായം മറുപടി കൊടുത്തിട്ടുണ്ട്. ദേശീയപാതയിലെ അപാകതകൾ PAC അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച VD സതീശൻ സർക്കാരിന് BJPയെയും കേന്ദ്ര സർക്കാരിനെയും പേടിയാണെന്നും കുറ്റപ്പെടുത്തി. രാജ്ഭവനെ RSS ആസ്ഥാനമാക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. അഴിമതിയെക്കുറിച്ചും അപാകതകളെക്കുറിച്ചും പഠിക്കാനുള്ള അധികാരം KC വേണുഗോപാൽ അധ്യക്ഷനായ സമിതിക്കുണ്ട്. പാലാരിവട്ടം പാലത്തെക്കുറിച്ച് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിയും ക്രമക്കേടും മൂടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അന്വേഷണത്തെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഭയക്കുന്നത്? എല്ലാവരും ഉൾപ്പെടുന്ന സമിതിയാണ് PAC എന്നും VD സതീശൻ പറഞ്ഞു. ഭാരതമാതാവിന്റെ ചിത്രം രാജ്ഭവനിൽ വയ്ക്കുന്നത് ശരിയല്ല. രാജ്ഭവൻ ഇത്തരം പരിപാടികൾക്ക് വേദിയാക്കരുത്. രാജ്ഭവൻ RSSന്റെ ആസ്ഥാനമാക്കരുത്. പിണറായി വിജയൻ ചുണ്ടനക്കാത്തത് എന്താണ്? PV അൻവറിന്റെ പ്രസ്താവനകൾക്ക് മറുപടിയില്ല. എല്ലാ ചർച്ചയുടെയും വാതിൽ അടഞ്ഞതാണ്. എല്ലാത്തിനും ഉത്തരം നാവിൻ തുമ്പിലുണ്ട്, പക്ഷേ പറയുന്നില്ല. അൻവറിന് മുന്നിൽ UDF ഇനി വാതിൽ തുറക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി താൻ പറയേണ്ടതില്ല. PV അൻവർ ഒരു എതിരാളിയാണ് എന്ന് പോലും UDF സമ്മതിക്കാൻ തയ്യാറല്ല. പക്ഷേ അൻവർ UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വെല്ലുവിളിയാണ് താനും. കാരണം അൻവറിന് വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് നിലമ്പൂരിലുണ്ട്. ആ വോട്ടുകൾ എവിടേക്ക് മറിയും? PV അൻവർ ആർക്കെങ്കിലും വേണ്ടി പാലം വലിക്കുമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ വലതിനുണ്ട്. ഇടതും ഭയക്കുന്നത് അൻവറിനെ തന്നെയാണ്.
അൻവർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇടത് വലത് എങ്ങനെയെങ്കിലും അൻവറിനെ വലിച്ച് താഴെയിടാനുള്ള കളികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അൻവർ ഒന്നിനും പിടികൊടുക്കാതെ കൃത്യമായി ഇടതിലും വലതിനും ഇട്ട് കൊടുക്കാനുള്ള പണികൾ അൻവറിൻ്റെ വഴിയിലൂടെ നോക്കുകയുമാണ്. ഷൗക്കത്തിനെ ജയിപ്പിച്ചെടുക്കേണ്ടത് UDFിൻ്റെ ആവശ്യമാണ്. സ്വരാജിനെ ജയിപ്പിക്കേണ്ടത് CPMൻ്റെയും. CPMനെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തേക്കാൾ അവരുടെ ഏറ്റവും വലിയ ശത്രു PV അൻവറാണ്. PV അൻവറിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ CPM തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നേരിട്ട് 3 ദിവസം നിലമ്പൂരിൽ നിന്ന് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ തയ്യാറായതും അൻവറിന് പണി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. പക്ഷേ ആര് വീഴും ആര് വാഴും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ത്രികോണ മത്സരമാണ്, ത്രികോണ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുക. അൻവറിന്റെ കൈകളിലേക്ക് തന്നെ നിലമ്പൂർ എത്തുകയാണെങ്കിൽ ഇടത് വലത് തകർന്നടിഞ്ഞ് താഴെ പോകും. കാത്തിരുന്ന് കാണണം നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുക എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.